أعوذ بالله من الشيطان الرجيم للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. സഹോദരങ്ങളെ, 273-ാമത്തെ വചനം 4-ാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത്. للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض. ഭൂമിയിൽ യാത്ര ചെയ്ത് ഉപജീവനം തേടാൻ സൗകര്യപ്പെടാത്ത വിധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫീ സബീലില്ലയിൽ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ്. അവരെപ്പറ്റി അറിവില്ലാത്തവൻ അവരുടെ മാന്യത കണ്ട് ആത്മാഭിമാനം കണ്ട് ധനികരാണെന്ന് ധരിച്ചേക്കും. തഅരിഫുഹും ബിസീമാഹും. എന്നാൽ അവരുടെ ലക്ഷണം കൊണ്ട് നിനക്കവരെ തിരിച്ചറിയാം. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. അവർ ജനങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നല്ലതായ എന്ത് നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിലും അള്ളാഹു അത് നല്ലപോലെ അറിയുന്നവനാണ്. ഈ ആയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അത്രയും ദിവസം നമ്മളത് വിശദീകരിച്ചല്ലോ. സഹോദരന്മാരെ, ഇത് നമുക്കൊന്ന് തദബ്ബുർ ചെയ്യണം. ഈ ആയത്തിന് ഇതിങ്ങനെ വെറുതെ വായിച്ചു പോയാൽ ഇതൊരു വല്ലാത്ത ആയത്താണ്. നമ്മളെ സമൂഹം അവഗണിച്ച ഒരായത്താണിത്. സദഖ കൊടുക്കണവർ പോലും ഈ ആയത്ത് ശ്രദ്ധിച്ചിട്ടില്ല. അവഗണിക്കുക എന്നല്ല, ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സമൂഹത്തിലെ സമ്പന്നരോട് ധനികരോടാട്ടോ ഞാൻ പറയുന്നത്. സഹോദരന്മാരെ, ഈ ആയത്തിറങ്ങിയ ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു. നമുക്കറിയാം, ഇതിന് തൊട്ട് മുമ്പുള്ള 270, 71, 72 ആയത്തുകളൊക്കെ ചെലവഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയായിരുന്നു അല്ലേ. ഇവിടെ നിങ്ങൾ ചെലവഴിക്കേണ്ട ഒന്നാമത്തെ വിഭാഗമായ ഫക്കീറുകളിൽ പ്രഥമ പരിഗണന നൽകേണ്ടത് ആർക്കാണ് എന്ന് പഠിപ്പിക്കാനാണ് ഈ വചനം. അത് നമ്മൾ മനസ്സിലായല്ലോ. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് ഇറങ്ങണ രംഗം ആലോചിച്ച് നോക്ക്. എവിടേത് ഇറങ്ങണത്? മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ. അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്, മുഹാജിറുകളായിരുന്നു അവർ. അവർക്ക് യാതൊരു സമ്പാദ്യവുമില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ജോലിയില്ല. ഇന്ന് വൈകുന്നേരം കൂലി കിട്ടും എന്ന് വിചാരിക്കാവുന്ന ഒരു ജോലിയില്ല. ഒക്കെ ബാങ്ക് ബാലൻസ് ഇല്ല. ഇന്ന് വൈകുന്നേരം കൂലി കിട്ടുമെന്ന് വിചാരിക്കാവുന്ന ഒരു ജോലിയില്ല. തിരിച്ചു ചെല്ലാൻ വൈകുന്നേരം ഒരു ഇടമില്ല. വീട്ടിൽ ചെന്നാൽ വാപ്പയും ഉമ്മയൊക്കെ തരും എന്ന് വിചാരിക്കാൻ, കുടുംബം തരും എന്ന് വിചാരിക്കാൻ ഇടമില്ല. കുടുംബമില്ല, അവർക്ക് കുടുംബമില്ല. ഭൂമിയിലൂടെ യാത്ര ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ അവരുടെ ഉപജീവനത്തിന് വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർക്ക് നിർവാഹമില്ല. 2 കാരണങ്ങളാൽ. ഒന്നവർ റസൂലിൻ്റെ അടുത്ത് ഇൽമ് തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇൽമ് സമൂഹത്തിന് നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ കാരണം, അവർക്കതിനുള്ള വിഭവശേഷിയില്ല. കച്ചവടം ചെയ്യാൻ ക്യാപിറ്റലില്ല, ഉദാഹരണം, അല്ലെങ്കിൽ ആരോഗ്യമില്ല. മനസ്സിലായില്ലേ? പക്ഷെ അതോടൊപ്പം ഇവരാരുടെ മുമ്പിലും കൈ നീട്ടൂല. അവർ ഐഫത്തുള്ളവരാ, ആരുടെ മുമ്പിലും കൈവിട്ടില്ല. അങ്ങനത്തെ ഒരു സമൂഹം അഹ്ലുസ്സഫ. അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. മസ്ജിദിൽ, അതെ, 100ഓളം ആളുകളുണ്ടായിരുന്നു. 70ഓളം ആളുകൾ അതിൽ വല്ലാത്ത പ്രയാസപ്പെട്ടവരായിരുന്നു. സഹാബികളിൽ പ്രമുഖർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ടതായിരുന്നു. സൽമാനുൽ ഫാരിസി ഒരു ചെറിയ കാലഘട്ടം അവരുടെ കൂടെയായിരുന്നു. അബൂദർ ഗഫാരി ഒരു ചെറിയ കാലഘട്ടം അവരുടെ കൂടെയായിരുന്നു റളിയല്ലാഹു അൻഹും ജമീഅൻ. അള്ളാഹുവിൻ്റെ റസൂൽ ഇവരെ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു.
വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. റസൂലിൻ്റെ അടുത്ത് വല്ല ഭക്ഷണവും വന്നാൽ, സദഖ വന്നാൽ അവർക്ക് കൊടുത്തയക്കുമായിരുന്നു. ഹദിയ വന്നാൽ, വല്ല ഗിഫ്റ്റും റസൂലിന് കിട്ടിയാൽ അവർക്ക് കൊടുക്കുമായിരുന്നു. നിങ്ങൾ ആലോചിക്കും റസൂൽ എങ്ങനെ എന്തുമാത്രം ഇവരെ പരിഗണിച്ചു എന്ന്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മഹല്ലിലെ നേതാക്കന്മാരോട്, സമ്പന്നരോട്, നാട്ടിലെ പ്രമാണിമാരോട് ചോദിക്കട്ടെ, ഈ വിഭാഗത്തിൽപ്പെട്ട ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഇന്നുമില്ലേ? ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പള്ളിയുടെ ഓരങ്ങളിൽ താമസിക്കുന്നവരുണ്ടെന്ന്. അവരാണ് നിങ്ങളുടെ മഹല്ലിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകണത്. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ നിങ്ങൾ ആക്കിയിട്ടില്ലല്ലോ. അവരാണ് അദാൻ നൽകുന്നത്. അവരാണ് നിങ്ങൾക്ക് ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അവരാണ് നിങ്ങളുടെ കുട്ടികളെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. അവരാണ് ദീനിൻ്റെ കാര്യത്തിലുള്ള ദഅവത്ത് നടത്തുന്നത്. അവരാണ് ഗവേഷണം നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇങ്ങനൊരു സമൂഹമില്ലേ സഹോദരന്മാരെ? ഇത് തദബ്ബുർ ചെയ്യുമ്പോൾ ഈ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ഉള്ളിൽ വേണം. ഇനി നിങ്ങളിത് തദബ്ബുർ ചെയ്യും. റസൂൽ അവരെ പരിഗണിച്ചിരുന്നു എന്ന് കണ്ടിട്ട് നിങ്ങൾ തദബ്ബുർ ചെയ്യും. നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഈ ആയത്ത് തദബ്ബുർ ചെയ്യുമ്പോൾ നമ്മളെ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം ആരാണ് അഷദ്ദുൽ ഫുഖറാ എന്നാണ്. അഷദ്ദുൽ ഫുഖറാ ആരാണ്? ഏറ്റവും കടുപ്പമുള്ള ദരിദ്രൻ ആരാ? അവരുടെ കറാമത്ത്, അവരുടെ അഭിമാനം സംരക്ഷിക്കേണ്ട ബാധ്യത ജനങ്ങളെ നിങ്ങൾക്കുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്നവനല്ല. അല്ല അല്ല ശരിക്കും ശ്രദ്ധിച്ചോ. അവരുടെ അഭിമാനം നിങ്ങൾ സംരക്ഷിക്കണം. അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്നവരല്ല ഏറ്റവും കടുപ്പമുള്ള ദാരിദ്ര്യം ബാധിച്ചവർ. മറിച്ച് അവരെ നിങ്ങൾ അന്വേഷിച്ച് ചെല്ലണം. നിങ്ങൾ അന്വേഷിച്ച് ചെല്ലണം. അത്തരം ആളുകളുണ്ട് സമൂഹത്തിൽ. നിങ്ങൾ അന്വേഷിച്ച് ചെല്ലണം. നിങ്ങളുടെ ബാധ്യതയാണ് പണക്കാരെ. മനസ്സിലായല്ലോ? ശരിക്കും മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ടത് തഅഫുഫ് എന്ന ഒരു ഇബാദത്തിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഫക്കീറുമാരും മിസ്കീനുമാരും അറിയണം. തഅഫുഫ്, ഇഫത്ത് എന്ന് പറഞ്ഞൊരു ഇബാദത്തുണ്ട്. വലിയ ഇബാദത്താണ്. ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയാണത്. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയ മിന തഅഫുഫ് എന്ന് പറഞ്ഞല്ലോ. തഅഫുഫ് എന്താണെന്ന് നമ്മൾ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ. വലിയ ഇബാദത്താണ് സഹോദരന്മാരെ. സബ്ർ, തഅഫുഫിലൂടെയാണ് സബ്ർ ഉണ്ടാവുക. നോക്കൂ, തഅഫുഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ എന്നെ ചെറുതായി കാണില്ല. ഞാനില്ലാത്തവനാണ്. പക്ഷെ ഞാനില്ലാത്തവനാണ് എന്ന് ഓരോ സെക്കൻഡിലും ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല തഅഫുഫ്. എനിക്ക് നിർവാഹമില്ല. എനിക്ക് പുറത്തിറങ്ങി ഒരു കച്ചവടത്തിന് പോകാൻ നിർവാഹമില്ല. എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം. പക്ഷെ എനിക്ക് ബിസിനസ്സിന് പോകാൻ നിർവാഹമില്ല. കാരണം ഞാൻ ബിസിനസ് ചെയ്താൽ എന്താവും? ഞാനെടുക്കണ ഈ പണി ഇത്ര ഭംഗിയായിട്ട് എടുക്കാൻ എനിക്ക് കഴിയില്ല. മനസ്സിലാക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സബ്ർ കാണിക്കണം. എന്നിട്ട് അള്ളാഹു എനിക്ക് റിസ്ക് നൽകുമെന്ന പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ടാകണം. ഇവിടെ ചില സഹോദരന്മാർ പതറിപ്പോകാറുണ്ട്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, പുറത്തു കൊടുക്കട്ടെ. പതറിപ്പോകാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വിശദീകരിച്ചപ്പോൾ ഒരു ഉസ്താദിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അങ്ങനെ വരും. മനുഷ്യരല്ലേ സഹോദരന്മാരെ, വന്നു പോവും, വരാൻ പാടില്ല. നമുക്കെന്ത് വേണം? നമ്മൾ ലബുദ്ദ അന്നഹിഖ ബിറിസ്ഖില്ലാ, അല്ലാഹു എനിക്ക് റിസ്ഖ് നൽകുമെന്ന ആത്മവിശ്വാസം ഉണ്ടാക്കണം. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമൻ യസ്തഅഫിഫ് ഇഫുല്ലാഹ് വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്. ഇഫത്ത് ഒരാൾ ആവശ്യപ്പെട്ടാൽ അള്ളാഹു ഇഫത്ത് കൊടുക്കും. ഇഫത്ത് ആവശ്യപ്പെടണം, അല്ലാതെ ആവശ്യപ്പെടേണ്ടത് ഫഖറല്ല. എൻ്റെ ഫഖർ ഞാൻ കാണിക്കണ്ട, ഞാനൊരു ഇഫത്തിൽ ഇങ്ങനെ കിട്ടണമുണ്ട് ഒതുങ്ങി ജീവിച്ചാൽ മതിയെന്നേ, വലിയ പ്രശ്നമൊന്നുമില്ല. വലിയ സൗകര്യമൊന്നും വേണ്ട കൂട്ടരെ ദുനിയാവിൽ. അത് നമുക്ക് ആഖിറത്തിൽ കിട്ടൂലേ? നിങ്ങൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കേണ്ട സഹോദരന്മാരെ. ഞാൻ എൻ്റെ സഹോദരങ്ങളോടാണ് സംസാരിക്കണത്, ആവശ്യക്കാരായ സഹോദരങ്ങളോട് സംസാരിക്കണത്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കണ്ടെന്നേ, അപ്പം പ്രശ്നം തീരും. അള്ളാഹിനോട് ചോദിക്കി, അള്ളാഹ് ഇഫത്ത് നൽകും. അള്ളാഹിനോട് ഖിന ചോദിക്കി, അള്ളാഹ് ഖിന നൽകും. മറ്റുള്ളവർ അങ്ങനെ ജീവിക്കേണ്ട, അതുകൊണ്ട് എനിക്കും നോ.
മറ്റുള്ളവർ ആ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും വേണ്ട. സഹോദരന്മാരെ, വേണ്ട. നമുക്ക് സബർ കാണിക്കാം, നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്, കിട്ടും. പക്ഷേ അതിനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന സമ്പന്നരോട് വീണ്ടും പറയാണ്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ മനുഷ്യരിലേക്ക് റഹ്മത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കണം. നിങ്ങൾ മനുഷ്യരെ അവരുടെ ആവശ്യങ്ങൾ അവർ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിയാൻ കഴിയണം. നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ അവർ പറയാതെ നിങ്ങൾക്കറിയാൻ കഴിയണം. അതാണ് നിങ്ങളുടെ കഴിവ്. അള്ളാഹു അത് നോക്കട്ടോ, പറഞ്ഞുതരാ. ചോദിച്ചു വന്നവന് പൈസ കൊടുത്തോ അല്ലേ എന്നുള്ളത് മാത്രമല്ല അള്ളാഹ് നോക്കുക. ചോദിച്ചു വന്നവനെ സഹായിച്ചോ എന്നുള്ളത് മാത്രമല്ല അള്ളാഹ് നോക്കുക. ശരിക്കും ശ്രദ്ധിച്ചോ. കണ്ടിട്ട് കാണാതെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രയാസം അനുഭവിക്കുന്നവനെ കണ്ടിട്ട് കാണാതെ പോകുന്നവർ, കേട്ടിട്ട് കേൾക്കാത്ത മാതിരി ഇരിക്കണവരുണ്ട്. ശ്രദ്ധിച്ചോ. പാടില്ല. അതാണ് ഈ ആയത്ത് പഠിപ്പിച്ചത്. നാലാമത്തെ കാര്യം സഹോദരന്മാർ, ഇത് തദബ്ബൂർ ചെയ്യുമ്പോൾ കിട്ടുന്നത്, സദക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പലപ്പോഴും എന്താ സദക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ഖിൽ നിന്നാണ് സദക്ക വന്നത്. മനസ്സിലായി? സദക്ക എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ചോദിച്ചു വരുന്നവനെ കാത്തു നിൽക്കുന്നതല്ല സദക്ക. ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന തുട്ടുകളല്ല സദക്ക. അത് നമ്മൾ ഹദീസ് വിശദീകരിച്ചല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 2 കാരക്ക കൊടുക്കണതോ 1 2 കിലോ അരി കൊടുക്കണതോ അല്ല സദക്ക. മറിച്ച് എന്താ സദക്ക? നിങ്ങളുടെ ഹൃദയത്തിലുള്ള സിദ്ഖ് കാരണമായി യഥാർത്ഥ അവകാശികളെ സമൂഹത്തിൽ തെരഞ്ഞു നടക്ക്, എന്നിട്ട് കൊടുക്ക്. അതിൻ്റെ പേരാ സദക്ക. സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ അധികം നിങ്ങളെന്നോട് ക്ഷമിക്കണം. ഈ ആയത്ത് അത്ര കടുപ്പുള്ളതും സമൂഹത്തിൽ അത്രമാത്രം ആവശ്യമുള്ളതുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിശദീകരിച്ചത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഇനിയും മനസ്സിലാക്കാം.